നമസ്കാരം. ISIS മേധാവി ബാഗ്ദാദി അടക്കി ഭരിക്കുന്ന പ്രദേശമാണോ കേരളമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാഗ്ദാദി അടക്കി ഭരിച്ചിരുന്ന സിറിയയിൽ പോലും നടക്കാത്ത ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസ് മൗലവി എന്ന് പറയുന്ന മദ്രസ അധ്യാപകനെ 2017 മാർച്ച് 20 കാസർഗോഡ് കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് റിയാസ് മൗലവി താമസിച്ചിരുന്ന വസതിയിൽ ചെന്ന് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസ് ഇട്ട FIRൽ പ്രതികളാണെന്ന് കണ്ടെത്തി കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യപ്പെട്ട വ്യക്തികളിൽ 3 പേരെ കോടതി നിരപരാധികളാണെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു. അങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്ന് കോടതി മനസ്സിലാക്കി നിരപരാധിയാണെന്ന് കണ്ട് തിരിച്ചയക്കുന്ന ഈ വ്യക്തികളെ കൊലപ്പെടുത്തുമെന്ന് കേരളത്തിൽ ഒരു കൊട്ടേഷൻ സംഘം പ്രഖ്യാപിക്കുകയാണ്. അബൂബക്കർ സുഹൈൽ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഈ 3 വ്യക്തികളെ കൊലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വിദേശത്തും കേരളത്തിലുമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ വഴി പണപ്പിരിവ് നടത്തുന്നു. 50 ലക്ഷം രൂപ സമാഹരിക്കുകയും ആ പണപ്പിരിവ് നടത്തിയിട്ട് അതിൻ്റെ ഫോട്ടോകളെടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുന്നു. ഈ വിവരം പുറത്ത് അറിഞ്ഞതോടുകൂടിയിട്ട് വിമർശനങ്ങൾ ഉയർന്നതോടുകൂടിയിട്ട് ഈ സ്റ്റാറ്റസ് ചിത്രങ്ങൾ റിമൂവ് ചെയ്യുകയും ഈ വിഷയം ജനശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് തിരിച്ചുവിടുവാനുള്ള പരിശ്രമം നടത്തുന്നു. കേരള പോലീസ് ഈ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും ഈ ക്രിമിനൽ സംഘത്തെ കയ്യാമം വയ്ക്കുവാനോ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യം. ബാഗ്ദാദി അടക്കി ഭരിച്ച ആ സിറിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്ര ലജ്ജാകരമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഈ കേരളത്തിൽ നടക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് തികച്ചും രസാവഹം തന്നെയാണ്. കോടതി വെറുതെ വിട്ട പ്രതികളെ അങ്ങനെ വിടാൻ സാധ്യമല്ല എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് റിയാസ് മൗലവി വധക്കേസിൽ നിരപരാധികളായിട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച ആ 3 പേരെ ശിക്ഷിക്കണമെന്ന ആവശ്യവുമായിട്ട് കേരള സർക്കാർ അപ്പീൽ പോയിരിക്കുകയാണ് മേൽക്കോടതിയിലേക്ക്. മേൽക്കോടതിയിൽ അപ്പീൽ പോയി ഈ പ്രതികളെ ശിക്ഷിക്കണം, ഇവരെ ജയിലിലടയ്ക്കണം എന്ന്, അല്ലെങ്കിൽ ഇവർക്ക് വധശിക്ഷ ആവശ്യമാണ് എന്ന ആവശ്യവുമായിട്ട് കേരള സർക്കാർ നിൽക്കുമ്പോൾ ഈ അവസരം തന്നെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കൊട്ടേഷൻ സംഘം അബൂബക്കർ സുഹൈൽ എന്ന് പറയുന്ന സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഈ കൊടും ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഈ 3 പേരെ വധിക്കുവാൻ വേണ്ടിയിട്ട് പരസ്യ പ്രഖ്യാപനം നടത്തുകയും പണപ്പിരിവ് നടത്തുകയും ആ പണപ്പിരിവ് നടത്തിയിട്ട് അതിൻ്റെ ചിത്രങ്ങൾ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യുന്നു. എന്തു വിചിത്രമായിട്ടുള്ള പോലീസ് സംവിധാനമാണ്, നിയമവ്യവസ്ഥയാണ് ഈ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലയാള നാട്ടിൽ നിലനിൽക്കുന്നത്. ഇവിടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് നിലവിലുണ്ടോ എന്ന് പോലും നാം സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ പരസ്യമായിട്ട് ഈ 3 വ്യക്തികളെ, കോടതി വെറുതെ വിട്ട നിരപരാധികളായിട്ടുള്ള 3 വ്യക്തികളെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വഴി പൈസ സമാഹരിക്കുകയും 50 ലക്ഷം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ശേഖരിച്ചുകൊണ്ട് ഈ പരസ്യ പ്രഖ്യാപനവുമായിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ കയ്യാമം വച്ച് ജയിലിലടയ്ക്കുവാനുള്ള ശേഷി ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തിനില്ല എങ്കിൽ ഈ പിണറായി സർക്കാർ ഈ കേരളം ഭരിക്കുന്നത് ശരിക്കും ബാഗ്ദാദിയുടെ ഏജന്റായിട്ട് മാത്രമേ നമുക്ക് മലയാളികൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പച്ചപരമാർത്ഥം. ഈ കോടതി വെറുതെ വിട്ട നിരപരാധികളായിട്ടുള്ള ഈ വ്യക്തികളെ സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെതാണ്. ഇതിൽ നിന്ന് കേരള സർക്കാർ വിമുഖത കാണിക്കുമ്പോൾ ഈ 3 വ്യക്തികളെയും സംരക്ഷിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹിന്ദു സമാജം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നന്ദി, നമസ്തേ.